ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അണ്ടർ ഐസിനെ പറ്റിയിട്ടാണ്. അതായത് എന്തുകൊണ്ട് അണ്ടർ ഐ ഡാർക്ക്നെസ് അല്ലെങ്കിൽ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ വരുന്ന അണ്ടർ ഐയില്, പിന്നെ അതെങ്ങനെ മാറ്റിയെടുക്കാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ കൂടെ തന്നെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ വീഡിയോ മൊത്തം കാണാനായിട്ട് മറക്കണ്ട. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ കുറച്ച് ആളായിട്ട് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത വീഡിയോ ആണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നത്. ആ വീഡിയോസും ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ അണ്ടർ ഐയിൽ മെയിൻ ആയിട്ട് പറയുന്ന കൺസേൺ എന്ന് വെച്ചാൽ അണ്ടർ ഐ ഡാർക്ക്നെസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അണ്ടർ ഐ ഡാർക്ക്നെസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒരുപാട് റീസൺസ് കാരണം വരും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് ടയേർഡ്നെസ്. അതായത് രാത്രി പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, പിന്നെ ഓവറായിട്ട് നമ്മൾ TV ഫോൺ പോലെയുള്ള സാധനങ്ങൾ കാണുന്നുണ്ട്, സ്പെക്സ് വെക്കുന്നത് കൊണ്ട്, ഇതൊക്കെ കാരണം ഇതൊക്കെ ഒരു പുറത്തുനിന്നുള്ള കാരണങ്ങൾ കാരണം നമ്മുടെ അണ്ടർ ഐ ഏരിയാസ് ഇങ്ങനെ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതാണോ നിങ്ങളുടെ ഫാക്ടർ നോക്കുക. അതാണെങ്കിൽ ഈ സാധനങ്ങൾക്ക് റെക്ടിഫൈ ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തേത്, ഇപ്പൊ നമുക്ക് എന്താ പറയുക, ജന്മന ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പൊ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനോ, അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസിൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ DNA ഉള്ള അണ്ടർ ഐ ഡാർക്ക്നെസ് ആണ്. ഈ സാധനം നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാനും എളുപ്പമുള്ള സാധനമാണ്. അടുത്ത മൂന്നാമത് നമുക്ക് ഡാർക്ക്നെസ് തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ഐയുടെ സ്കിൻ വളരെ തിൻ ആയിട്ടുള്ളതാണല്ലോ. പക്ഷെ അപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതിന്റെ അടിയിലൊക്കെ ബ്ലഡ് വെസൽസ് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് വെസൽസിന്റെ കളർ ഗ്രീൻ, ബ്ലൂ ഇങ്ങനത്തെ കളേഴ്സ് ആയതുകൊണ്ട് ഈ ബ്ലഡ് വെസൽസ് നമ്മൾ അണ്ടർ ഐ സ്കിൻ നല്ല നോർമൽ സ്കിന്നേക്കാളും തിന്നായിട്ടുണ്ടെങ്കിൽ, നോർമൽ ആയിട്ടുള്ള അണ്ടർ ഐയുടെക്കാളും തിന്നായിട്ടുണ്ടെങ്കിൽ ഈ വെസൽസ് നമുക്ക് പ്രോമിനന്റ് ആയിട്ട് പുറത്തോട്ട് കാണാൻ പറ്റും. ഇത് കാരണം നമ്മൾ അത് ഡാർക്ക്നെസ് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ സ്കിന്നൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ ഈ ബ്ലഡ് വെസൽസ് കുറച്ച് പ്രോമിനന്റ്, അതായത് കുറച്ച് പ്രോമിനന്റ് ആയിട്ട് നമ്മൾ രക്തക്കുഴൽ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കാരണവും നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ, ഫേസിന്റെയും ബോഡിയുടെയൊക്കെ സ്ട്രക്ചർ കാരണമാണ്. അതായത് ഇപ്പൊ ഈ നമ്മുടെ കണ്ണ് ഹൈ സോക്കറ്റിലാണല്ലോ ഇരിക്കുന്നത്. ഈ സോക്കറ്റ് കുറച്ച് അകത്തോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ അടിയിലൊരു ഡാർക്ക്നെസ് കാണും. ഇത് ഷാഡോയിങ് ആണ്. അതായത് നമ്മുടെ കണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇവിടുത്തെ ഒരു ഷാഡോ വന്ന് ഇവിടെ വരുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു ഷാഡോയിങ് എഫക്റ്റ് വരുന്നത്. ഇതായിരിക്കും ചില ആൾക്കാർക്ക് വരുന്നത്. ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷാഡോയിങ് ആണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഇതിന്റെ അടിയിൽ പോയി നിൽക്കുക, വാഷ് ബേസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റ് കണ്ണാടിയുടെ അടി സ്ട്രെയിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയുടെ അടിയിൽ തന്നെ നിൽക്കുക. ഈ കണ്ണാടിന്റെ മുകളിൽ മാക്സിമം ലൈറ്റ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ലൈറ്റ് നമ്മുടെ തലയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ട് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ അണ്ടർ ഏരിയസിലോട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടാവില്ല. അതിന് റീസൺ എന്ന് വെച്ചാൽ കറക്റ്റ് ലൈറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഷാഡോയിങ് എഫക്റ്റ് ഉണ്ടാവില്ല. അതല്ല, നമ്മൾ ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷാഡോയിങ് എഫക്റ്റ് ഉണ്ടാവും. അത് ലൈറ്റിന്റെ ഇത് വെച്ചിട്ട് വരുന്നതാണ്. അപ്പൊ ഇതാണോ നിങ്ങൾക്കെങ്കിലും ശ്രദ്ധിക്കുക. അതാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സെറമോ ക്രീമോ ഒന്നും ഇട്ടിട്ട് പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റില്ല. കാരണം അതൊരു പിഗ്മെന്റ് അല്ല, അതൊരു നിഴലാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന മെയിൻ കൺസേൺസ് ആണ് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്. അതായത് എന്നെ പോലെ എനിക്കൊക്കെ ഉള്ളതാണ് ഇവിടെ ഈ ഒരു ചെറിയ ചെറിയ വരകൾ വരുന്നത്. ഇത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാരണം, നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ ലോസ് കാരണമൊക്കെയാണ് ഉണ്ടാവുന്നത്. കൊളാജൻ ലോസ് ആണെങ്കിൽ നമുക്ക് കൊളാജൻ സിറംസും ക്രീംസും ഒക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റത്തക്കവണ്ണം. അതല്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട്, ഇപ്പൊ ചിരിക്കുന്നതുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊടുക്കുന്ന കാരണം നമുക്ക് ഈ ഒരു ചേഞ്ചസ് പെട്ടെന്ന് വരും. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട് ഓഫ് ദി ഗെയിമാണ്. നമുക്ക് പ്രത്യേകിച്ച് ബോട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെന്റ്സിലോട്ടൊക്കെ പോകേണ്ടി വരും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ബോട്ടോക്സ് വേണോ വേണ്ടെന്നുള്ള പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഈ ഫൈൻ ലൈൻസ് റിംഗേഴ്സ് ഞാൻ ഒരിക്കലും അല്ല, കാരണം ഞാൻ അത് ചിരിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഫൈൻ ലൈൻസ് റിംഗേഴ്സ് ആണ്. അപ്പൊ അതിന് ഇന്റൻസിറ്റി ഞാൻ കുറയ്ക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ പെപ്റ്റൈഡ്സും സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും റീസൺസ് കൊണ്ടാണ് നമ്മുടെ അണ്ടർ ഐയിൽ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ റീസൺ എന്ന് ശ്രദ്ധിക്കുക. ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ള റീസൺ ആണ്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്തതെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിന് ടയർഡ്നെസ് ഫസ്റ്റ് കാണിക്കുക നമ്മുടെ ഫേസിലായിരിക്കും. നമ്മൾ പെട്ടെന്ന് തളരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ആയിരിക്കുമല്ലോ വാടുന്നത്. അപ്പൊ അത് കാരണം നമ്മുടെ അണ്ടർ ഐയുടെ സ്കിൻ വളരെ തിന്നായത് കാരണം അവിടെ പെട്ടെന്ന് പിഗ്മെന്റേഷനും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം
പ്രോപ്പറായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ഫേസ് കുറച്ച് പ്രോമിനന്റ് ആയിട്ടിരിക്കുന്നുണ്ടും സൺലൈറ്റ് ഡയറക്റ്റ് കണ്ണിൻ്റെ അടിക്കുന്നത് കൊണ്ട് സൺസ്ക്രീൻ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിലും അഥവാ സൺസ്ക്രീൻ ഇട്ടിട്ട് കണ്ണെരിയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണിൽ നിന്ന് മാറ്റി അണ്ടർ ഏരിയാസിൽ അപ്ലൈ ചെയ്യാതെ മാറ്റുന്ന കാരണം നമുക്ക് ഈ ഒരു ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും ഹോർമോണൽ ട്രീറ്റ്മെന്റോ തെറാപ്പീസോ ഒബിസിറ്റി പോലെയുള്ള അസുഖങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് കോസസ്, മെഡിക്കൽ കോസസ്, അതല്ലാത്ത ജനറൽ കോസസ്, അതിനുള്ള ബോഡി കാരണമൊക്കെ ഉണ്ടാകുന്ന അണ്ടർ ഐ പ്രോബ്ലംസ്. ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഫസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ തന്നെ ഇത് മാറാനുള്ള കുറച്ച് ടിപ്പും ട്രിക്സും പ്രൊഡക്ട്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത്രയും സാധനമാണ് പേഴ്സണലി ഞാൻ എൻ്റെ അണ്ടർ ഐ ഏരിയാസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടുമാണ് ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കുറെ കാലം മുന്നേ യൂസ് ചെയ്ത അണ്ടർ ഐ സിറംസ്, ഇതാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന അണ്ടർ ഐ സിറംസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ഇത് രണ്ട് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അണ്ടർ ഏരിയസിലുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ കെ പ്ലസ് റെറ്റിനോൾ അടങ്ങിയ അണ്ടർ ഐ ക്രീമാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും, കാണിച്ചു. അപ്പൊ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിന്റെ പ്രോപ്പർ കൺസിസ്റ്റൻസി ഒന്നും അല്ല, ഇതല്ല ഇതിന്റെ കൺസിസ്റ്റൻസി. ഇത് പഴയ ബോട്ടിലാണ്, കളർ എന്തായാലും ഇതല്ല, ഇതൊരു കുറച്ചും കൂടെ ഓഫ് വൈറ്റ് കളറാണ്, ഇതൊരു യെല്ലോ കളർ അല്ലേ, ഇത് അത്രയും പഴയ സാധനമാണ്. അപ്പോൾ അതാണ് ഇതിന്റെ കളറ്. ഞാൻ കുറച്ചിട്ട് വരാം. സോ ഇതല്ല ഇതിന്റെ കളർ, ഞാൻ ജസ്റ്റ് നോക്കിയുള്ളതാണ്. ഡെഫിനറ്റ്ലി ഇതല്ല അതിന്റെ കളർ, അതിന്റെ കളർ ഓഫ് വൈറ്റ് കളറാണ്. പക്ഷെ ഞാൻ നൈറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അണ്ടർ ഐ ക്രീം എന്ന് വെച്ചാൽ ഇതായിരുന്നു, മിനിമലിസ്റ്റിന്റെ വിറ്റാമിൻ കെ ആൻഡ് റെറ്റിനോൾ അണ്ടർ ഐ സിറം. ഇത് എനിക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസിന്റെ ഒക്കെ നല്ലൊരു വിസിബിൾ ചേഞ്ചസ് കാണിച്ചു തന്നു എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. പിന്നെ ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലമ്മിന്റെ ഈ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് വിറ്റാമിൻ സി ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ ഈ ഒരു കളറിൽ ഇരിക്കുന്നത്. കാരണം വിറ്റാമിൻ സി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകും. ഇതിനകത്ത് വിറ്റാമിൻ സി ഉണ്ട് 3% പെപ്റ്റൈഡ്സ് ഉണ്ട്, 3% കാഫൈനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗിൽ ഇത് കണ്ണിന്റെ അടിയിൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണൊന്ന് എന്താ പറയുക ഡീപ്പ് ഓഫ് ചെയ്യാനായിട്ട്, കാഫൈനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനെ ഒന്ന് ഡീപ്പ് ഓഫ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ അതൊന്ന്, അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ട് ഞാൻ കറക്റ്റ് റൊട്ടീനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ രണ്ട് അണ്ടർ ഐ സിറംസ് വേണം, അത്യാവശ്യം ഒരുവിധമുള്ള എല്ലാ അണ്ടർ ഐ പ്രോബ്ലംസ് ഈ രണ്ട് സാധനം നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇത് വീക്കിലി വൺസോ ട്വൈസോ ത്രൈസോ മാത്രം അണ്ടർ ഐ ഏരിയാസിൽ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു 24 ഏജിനൊക്കെ 24 ഏജിന് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്താൽ മതി. ഈ സാധനം നിങ്ങൾക്ക് നൈറ്റും മോർണിംഗ് ഒക്കെ യൂസ് ചെയ്യാം. വീക്കിലി 2 നേരം വേണമെങ്കിലും ഡെയിലി യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യുക. കാരണം ഇതിനകത്ത് 3% വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട്, കാരണം ഈ കളർ കാണുമ്പോൾ നമുക്കറിയാം നല്ല വിറ്റാമിൻ സി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഓറഞ്ചിഷ് കളറായിട്ട് ഇത് മാറിയത്. സോ ഇതൊരു നല്ല കോംബോ പ്രൊഡക്റ്റ് ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിൽ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കൂടാതെ തന്നെ നമുക്ക് വേറൊരു പ്രശ്നം അണ്ടർ ഐ വരും, അത് ഞാൻ ഇനി പറഞ്ഞുതരാം. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി ഞാൻ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് മൂന്നുമാണ് ഞാൻ മെയിൻ ആയിട്ട് എൻ്റെ അണ്ടർ ഏരിയാസിൽ ഞാൻ എന്താ പറയുന്നത് റൊട്ടീനിലൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങളും എന്താ പറയുന്നത് ഇപ്പൊ എന്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പെപ്റ്റൈഡ് സിറംസ് ആണ് ഇത് രണ്ടും. ഇത് ഹൈലറോണിക് ആസിഡ്, ഇത് എപ്പോഴും യൂസ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ ഇത് ആക്സസ്ഫൈഡ് വീഗൻ കൊളാജൻ ആണ്. ഇത് അണ്ടർ ഐ സിറം ആണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യില്ല, കാരണം ഇതിനകത്ത് കുറച്ച് റെറ്റിനോൾ ഉണ്ട്. ഞാൻ കുറച്ച് കാലത്തേക്ക് റെറ്റിനോളിന്റെ ഉപയോഗം നിർത്തി വെക്കുന്നത് കൊണ്ട് ഞാനിപ്പോ ഡെയിലി യൂസ് ചെയ്യാറില്ല. പക്ഷെ സ്റ്റിൽ ഞാനിപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നി എനിക്കിത് യൂസ് ചെയ്യാം. കാരണം ഇത് നന്നായിട്ട് നമ്മുടെ കണ്ണിന്റെ അടി ഈ ഒരു മെറ്റൽ ബോൾ ഉള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിന്റെ അടി നന്നായിട്ട് കൂൾ ചെയ്യാനായിട്ട് എഫക്റ്റ്. സോ ഞാൻ വീക്കിലി ഒരു തവണയെങ്കിലും ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ് ഇതാണ്. കാരണം ഇത് ആർഗലൈൻ്റെ സൊല്യൂഷനും ഇത് മൾട്ടിപെപ്റ്റൈഡും ആണ്. എനിക്ക് അണ്ടർ ഐ ഏരിയാസിൽ അധികം ഡാർക്ക്നെസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇത് മതി. കാരണം പിന്നെ ബാക്കി ഞാൻ യൂസ് ചെയ്യുന്ന സിറംസ് അത്രയും സ്ട്രോങ് അല്ലാത്ത ആക്റ്റീവ്സ് ആയതുകൊണ്ട് എനിക്ക് അതെല്ലാം അണ്ടർ ഏരിയാസിലോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വിറ്റാമിൻസ് അണ്ടർ ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ യൂസ് ചെയ്യുന്ന മൾട്ടിപെപ്റ്റൈഡ്സ് ആണ് കോമൺ ആയിട്ട് കോൺസെൻട്രേറ്റ്. ഇപ്പൊ വിറ്റാമിൻസ് ഞാൻ ഇന്ന് എനിക്ക് വിറ്റാമിൻസ് ഇടുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ കറക്റ്റ് മസ്റ്റ് ആയിട്ടും അണ്ടർ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ സിറംസ് ആണ്. കാരണം ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാൻ എക്സാക്ട്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ രണ്ട് സിറംസ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അണ്ടർ ഏരിയാസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും നിങ്ങൾക്ക് അധികം പ്രോമിനന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആന്റി ഏജിങ് റൊട്ടീൻ സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പുറത്ത് പൈസ കൊടുത്തിട്ട് ഒരു അണ്ടർ ഐ സിറം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പെപ്റ്റൈഡ് സിറംസ് സ്കിൻ കെയറിലോട്ട് ഈ അണ്ടർ ഏരിയാസിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പർ ഐലിഡ്സിലൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല, അകത്തോട്ട് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ അടുത്തത്
ഞാൻ ഹൈലറോണിക് ആസിഡ് ആണ്. ഇത് നമ്മുടെ നോർമൽ ഹൈലറോണിക് ആസിഡ് സിറം ആണ്. ഇതിപ്പോൾ തീർന്നു, പുതിയ ബോട്ടിൽ വാങ്ങിക്കണം. ഇത് 1.5% നോർമൽ ഹൈലറോണിക് ആസിഡ് സിറം ആണ്. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ചില നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും, ഒരുപാട് നേരം ലാപ്ടോപ്പിൽ നോക്കിയതുകൊണ്ടോ അതല്ലെങ്കിൽ രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടോ. ഇപ്പം ചില സമയത്ത് ഹസ്ബൻഡ് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഞാൻ രാവിലെ എണീക്കും, പിന്നെ കിടക്കും. പിന്നെ അപ്പം എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ഉറക്കം ശരിയാവാത്തപ്പോൾ നമ്മുടെ കണ്ണിടയിൽ ഡ്രൈനെസ് എനിക്ക് വരും. അപ്പോൾ ആ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഞാൻ ഹൈലറോണിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് ടോണിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു തുള്ളി ഞാൻ കയ്യിലെടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ ഇടയിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. അകത്തോട്ട് കൊടുക്കാമല്ല, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ എനിക്ക് നല്ലൊരു പഫിങ് എഫക്റ്റ് കൂടെ വേണമെങ്കിൽ ഞാൻ ഇത് രാവിലെ തന്നെ എടുത്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് പിന്നെ എടുത്ത് വെക്കാറുണ്ട്. ഇതും നല്ലൊരു രീതിയിൽ നമുക്ക് അണ്ടർ ഏരിയാസിൽ ഡീപഫ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുന്ന അപ്പുറത്തോട്ട് തള്ളി കണ്ണ് തുറക്കാൻ വയ്യാത്ത, എനിക്ക് പെട്ടെന്ന് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഫേസിൽ വരുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് അങ്ങനെ വരുന്ന ഈ സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ്, കണ്ണിന്റെ അടിയിൽ ഫുൾ ഫേസിൽ ഞാൻ 2 സ്പൂൺ എടുത്ത് ഫ്രിഡ്ജ് വെക്കും. എന്നിട്ട് അതെടുത്ത് ഞാൻ എൻ്റെ കണ്ണിൽ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും വാർത്ത എന്തെങ്കിലും ഇട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ആ തണുപ്പ് കിട്ടുമ്പോൾ എന്റെ അണ്ടർ ഏരിയ പെട്ടെന്ന് ഡീപഫ് ചെയ്യാറുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ അണ്ടർ മാസ്ക് അങ്ങനെയൊന്നും ഞാൻ വാങ്ങിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ പൈസ കൊടുത്ത് നഷ്ടപ്പെട്ട സാധനം സ്വിസ് ബ്യൂട്ടിയുടെ അണ്ടർ ഐ പാച്ചസ് ആണ്. എന്തിനു വാങ്ങിച്ചത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ജസ്റ്റ് ഒരു ഗിമിക്ക് മാത്രമാണ്. അതിനുവേണ്ടി നമ്മുടെ സ്പൂണിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിന് വേണ്ടി എനിക്ക് ഗ്ലോബ് അതൊന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, പൈസ ഉണ്ട്, അത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, കുഴപ്പമില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 സ്പൂൺ കൊണ്ടുതന്നെ ഈ ഒരു ഡീപഫിങ് കാര്യങ്ങൾ നമുക്ക് കഴിയും. അപ്പൊ ഇത്രയാണ് പേഴ്സണലി ഞാൻ എന്റെ അണ്ടർ ഐയിൽ ചെയ്യാറുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ വേറെയും കുറെ അണ്ടർ ഐ സിറംസ് നമ്മുടെ അണ്ടർ ഐ ഏരിയാസിലെ പിഗ്മെന്റേഷൻസും ഫൈനൻസ് റിങ്കിൾസും ഒക്കെ മാറ്റാനുള്ളത് മാർക്കറ്റിലുണ്ട്. അപ്പൊ അതിനകത്ത് നല്ല ഞാൻ നോക്കിയെടുത്ത് ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തെന്ന് വെച്ചാൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന, വീഗൻ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന റെറ്റിനോൾ ആണ് ഉള്ളത്. അതായത് ട്രിപ്പിൾ റെറ്റിനോൾസിനകത്ത് ഉണ്ട്. അപ്പൊ ഇത് നമുക്കൊരു മെറ്റൽ ബോൾ ഉള്ളതാണ്, ആക്സ്പൈഡ് അണ്ടർ ഐ സിറം. എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ എന്നാലും ഞാൻ വീക്ക്ലി വൺസ് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊരു മെറ്റൽ ബോൾ ഉണ്ട്, ഈ ഒരു എഫക്റ്റ് ഇട്ട് നമുക്ക് അപ്പർ ലൈലിലൊക്കെ കിട്ടും. ഇത് ആക്ച്വലി യൂസ് ചെയ്താൽ ഒരു 2-in-1 എഫക്റ്റ് ആണ്. നമുക്ക് നൈറ്റിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് നമുക്ക് പിഗ്മെന്റേഷൻ, ചെറിയ രീതിയിലൊക്കെ പിഗ്മെന്റേഷൻ ടയർഡ്നെസ് കാരണം വരുന്നത് പോലും മാറ്റാനായിട്ട് ഇത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ രണ്ടാമത്തെയാണ്, അതൊരു കൊറിയൻ ബ്രാൻഡാണ്, നമ്മുടെ ബ്യൂട്ടി ഓഫ് ജേഴ്സിന്റെ അണ്ടർ ഐ സിറം. ഇത് നിങ്ങൾക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, മൈൽഡ് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ ഐ സിറം ആണ്. റീസൺ എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ ഫോമിലാണ്. എന്നാൽ നമ്മുടെ അണ്ടർ ഐ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൈൽഡ് ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നല്ലതാണെന്ന് വെച്ചാൽ സ്ട്രോങ്ങസ്റ്റ് ഫോം ഇൻ മൈൽഡ് വേരിയന്റിലാണ് ഇതില്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിസിബിളി റിസൾട്ട് മനസ്സിലാവാനായിട്ട് തുടങ്ങും. ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യാല്, ഞാൻ ആക്ച്വലി ആ റിസൾട്ട് ഓരോരുത്തരിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നല്ലത്. ബ്യൂട്ടി ഓഫ് ജേഴ്സിന്റെ റെറ്റിനോൾ അടങ്ങിയ അണ്ടർ ഐ സിറം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് കോൺഷ്യസ് കെമിസ്ട്രിന്റെ അണ്ടർ ഐ സിറംസ്, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറ്റാം. ഇതിനകത്ത് എൻകാപ്സുലേറ്റഡ് റെറ്റിനോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും മാറ്റാനായിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അണ്ടർ ഐ സിറം ആണ്. പിന്നെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കുക, കോൺഷ്യസ് കെമിസ്ട്രിയിലെ റെറ്റിനോൾ ഉള്ളതുകൊണ്ട്, എൻകാപ്സുലേറ്റഡ് റെറ്റിനോൾ ഉള്ളതുകൊണ്ട് നൈറ്റിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ ഐ സിറം വേണമെന്ന് വെച്ചാൽ നമ്മുടെ ലോറിയൽ പാരീസിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ഐ സിറം നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതിന് 3% ഗ്ലൈക്കോളിക് ആസിഡേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പ്രഗ്നൻസി സേവ് ചെയ്യണം. പ്രഗ്നൻസിയുടെ സമയത്ത് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ ഐ സിറം ആണ് ഇത്. മാത്രമല്ല ഇതിന്റെ ആപ്ലിക്കേറ്റർ നോക്കുകയാണെങ്കിൽ മെറ്റൽ ബോൾസ് ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒറ്റ ഇതായിട്ടിരിക്കുന്നെങ്കിൽ ഇത് നമ്മുടെ സിറത്തിന്റെ ആ ഒരു ട്യൂബിനകത്ത് തന്നെ ഒരു 3 മെറ്റൽ ബോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോർണിംഗിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്ട് കിട്ടും. മെറ്റൽ നമ്മൾ ഫേസിൽ റോൾ ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് എഫക്ട് ഇല്ലേ, അത് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഏതെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട്, പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഡീഹൈഡ്രേറ്റഡ് അണ്ടർ ഏരിയാസ് ഉള്ളത്, ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് ഫൈൻ ലൈൻസ്, റിങ്കിൾസ് അണ്ടർ ഐയിൽ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലറോണിക് ആസിഡ് സിറം, ഞാൻ ഫേസിൽ ഹൈലറോണിക് ആസിഡ് സിറം ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിൽ ഹൈലറോണിക് ആസിഡ് സിറം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ പോയി വാങ്ങിക്കാത്തതാണ്. ലോറിയൽ പാരീസിന്റെ ലിറ്ററലി അണ്ടർ
അണ്ടർ ഐ സിറം ആയിട്ട് തന്നെ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് മൊത്തം ഫേസിൽ യൂസ് ചെയ്യുന്ന അണ്ടർ ഏരിയാസിൽ മാത്രമായിട്ട് ഹൈലൂറോണിക് ആസിഡ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലോറിയൽ പാരിസിന്റെ അണ്ടർ ഏരിയ യൂസ് ചെയ്യുന്ന ഹൈലൂറോണിക് ആസിഡ് സിറം. അതല്ല നിങ്ങൾക്ക് മോർണിംഗിലും നൈറ്റിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഫേൻ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ സിറം ആണ് ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡിനറിയുടെ കഫേൻ അടങ്ങിയ അണ്ടർ ഐ സിറം നല്ല റിസൾട്ട് തരുന്ന ഒരു അണ്ടർ ഐ സിറം ആണ്. ഇതിനകത്ത് ഞാൻ വളരെ കുറച്ച് അണ്ടർ ഐ സിറംസിന്റെ അല്ലെങ്കിൽ സിറത്തിന്റെ കാര്യമേ പറയുന്നുള്ളൂ. കാരണം എൻ്റെ ഒരു രീതിയിൽ മോസ്റ്റ് ഓഫ് ദി അണ്ടർ ഐ സിറംസ് ഓവർ പ്രൈസ്ഡ് മോയിസ്ചറൈസേഴ്സ് ആണ്. അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പിഗ്മെന്റേഷൻ മാറ്റാൻ യൂസ് ചെയ്യുന്ന സിറം തന്നെ നമുക്ക് അണ്ടർ ഐയിൽ യൂസ് ചെയ്താൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. പിന്നെ റെറ്റിനോൾസ് ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ സിറംസിനെ കൂടുതൽ പറയാൻ കാരണം നമ്മൾ ഡയറക്റ്റ്ലി ഫേസിൽ യൂസ് ചെയ്യുന്ന റെറ്റിനോൾ അണ്ടർ ഐ ഏരിയാസിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അത് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അണ്ടർ ഐ ഏരിയ നല്ല തിൻ ആയതുകൊണ്ടും നമ്മൾ അവിടെ റെറ്റിനോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെറ്റിനോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് റെറ്റിനോൾ അടങ്ങിയ അണ്ടർ ഐ സിറംസ് എപ്പോഴും നല്ല രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ കഫേൻ അടങ്ങിയ അണ്ടർ ഐ സിറംസും നമ്മൾ അണ്ടർ ഐ പഫ്നെസ് മാറ്റാനായിട്ട് നല്ലതാണ്. പിന്നെ പിഗ്മെന്റേഷൻ നല്ല ഇന്റൻസ് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ലോറിയൽ പാരിസിന്റെ അണ്ടർ ഐ സിറം നല്ലൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ പ്ലമ്മിന്റെ വിറ്റാമിൻ സി അടങ്ങിയ അണ്ടർ ഐ സിറം നല്ലൊരു ഓപ്ഷൻ. ഇപ്പൊ ഞാൻ എന്റെ അത്രയും ടോപ്പിക്സ് മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. പ്രൊഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഞാൻ ടാഗ് പ്രൊഡക്ട്സ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അത് അത്രയും ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. ഫൈൻ ലൈൻസ് ആയിക്കോട്ടെ അണ്ടർ ഐ ഏരിയാസിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ, സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ സൺസ്ക്രീൻ നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവും ഒന്ന്. രണ്ട്, നമുക്ക് എന്താ പറയുക, നമ്മുടെ കൊളാജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഈ സൺലൈറ്റിന് പറ്റും. അത് കാരണം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഫൈൻ ലൈൻസ് റിംഗ്സും വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും അണ്ടർ ഏരിയാസിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്കുള്ള സൺസ്ക്രീൻ അണ്ടർ ഏരിയാസിൽ അല്ല കണ്ണിൽ ഇറിറ്റേഷൻസ് തരുന്നുണ്ടെങ്കിൽ അതല്ലാത്ത സൺസ്ക്രീൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ വിഷ്കെയറിന്റെ 2 സൺസ്ക്രീൻ, വിറ്റാമിൻ സി സൺസ്ക്രീൻ ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്കെയറിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ, അക്വലോജിക്കിന്റെ സൺസ്ക്രീൻസ് ഒന്നും കണ്ണിന് എരിച്ചിൽ തന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ കണ്ണിന് എരിച്ചിൽ തരത്തില്ല. കോസ്റെക്സിന്റെ സൺസ്ക്രീൻ ഇൻവിസിബിൾ സൺസ്ക്രീൻ കണ്ണിന് എരിച്ചിൽ തരത്തില്ല. ബ്യൂട്ടി ഓഫ് ജോസന്റെ 2 ടൈപ്പ് സൺസ്ക്രീൻസും നമുക്ക് അണ്ടർ ഏരിയാസിൽ ഇറിറ്റേഷൻസ് തരാത്ത സൺസ്ക്രീൻസ് ആണ്. ഇതൊക്കെ ഞാൻ ടോപ്പിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനെ പറ്റിയിട്ടാണ് കേട്ടോ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം ചില ടോപ്സ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അണ്ടർ ഏരിയാസിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണം. നമുക്ക് Q&A ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും അണ്ടർ സിറംസിന്റെ പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, കമന്റ് ബോക്സിൽ ആൻസർ തന്നില്ലെങ്കിൽ ഞാൻ Q&A ആയിട്ട് മസ്റ്റ് ആയിട്ടും തരാറുണ്ട്. അതും കൂടെ എപ്പോഴും ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് Q&A ചോദിക്കുക. കാരണം Q&A പറയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഞാൻ Q&A ചെയ്തു തരാമെന്ന് പറയുന്നത്. അപ്പൊ Q&A വരുന്നത് ട്യൂസ്ഡേ ആണ്, അല്ലാത്ത വീഡിയോസ് വരുന്നത് തേഴ്സ്ഡേയും സൺഡേസും ആണ്. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത സൺഡേ വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.